അവിടെ കിടന്ന് മയക്കുമരുന്ന് വേണമെന്നൊക്കെ അവൻ പറയുന്നത്. നാട്ടുകാരൊക്കെ ചേർന്ന് മോനെ മുറി പൂട്ടിയിട്ടിരിക്കുക. എല്ലാത്തിനും നന്ദിയുണ്ട് സാറേ. ലഹരിക്ക് അടിമപ്പെട്ട് കിടന്ന എന്നെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സാറല്ലയോ. ഞങ്ങൾ എക്സൈസുകാരും മനുഷ്യരല്ലേ സത്യ. എക്സൈസ് വകുപ്പും ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് പാവനാടകം സംഘടിപ്പിക്കുന്നത്. 13 കേന്ദ്രങ്ങളിൽ ലഹരിവിരുദ്ധ സന്ദേശമായി നാടകം യാത്ര ചെയ്യും. കൂടുതൽ ജനപ്രിയമാക്കുന്നതിനും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനുമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു നാടകമാണിത്. ഇത് ലഹരി വിരുദ്ധ ഭാവനാടകം എന്നാണ് ഇതിനെ പറയുന്നത്. പെപ്പർ ഷോ പോലെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. 13 കേന്ദ്രങ്ങളിലാണ് നമ്മളിപ്പോൾ അത് അസൈൻ ചെയ്തിരിക്കുന്നത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയായിരുന്നു പരിപാടി ആരംഭിച്ചത്. പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ, ജോസ് കളീക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.